ഹലോ എവരിവൺ, ഇത് നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തീരുമാനിച്ചത് നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കൂടെ ലാബ് ടെക്നീഷ്യൻ സ്റ്റുഡൻസ്, അതായത് MLT സ്റ്റുഡൻസിൻ്റെ ടോപ്പിക്കുകളൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നഴ്സിംഗിൻ്റെയും MLTയുടെയും ഫസ്റ്റ് ഇയറിലുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതില് സ്റ്റെറിലൈസേഷൻ എന്താണെന്നും അതിന്റെ ഫിസിക്കൽ മെത്തേഡ്സും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ അതിന്റെ കെമിക്കൽ മെത്തേഡ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു ഡെഫിനിഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ, it is the process by which an article, surface or medium is made free of all microorganisms either in the vegetative or spore form. അതായത് ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസിൻഫെക്ഷനോ ആന്റിസെപ്റ്റിക്കോ ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാബിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സർഫസിൽ നിന്നൊക്കെ മൈക്രോ ഓർഗാനിസത്തെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തെയും സ്പോർ ഫോമിലുള്ള ഓർഗാനിസത്തെയും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ ഡിസിൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും ഓൺലി പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തെ മാത്രമേ നമുക്കവിടെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് സ്പോറിനൊന്നും എതിരെ എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഇനി ആന്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഓർഗാനിസത്തെ കില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആന്റിസെപ്റ്റിക് ഒക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഡിസിൻഫെക്റ്റന്റിലാണെങ്കിൽ ഓൺലി ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ ഏജന്റ് സ്റ്റെറിലൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫിസിക്കൽ ഏജൻസിൽ വരുന്നതാണ് ഹീറ്റ്, ഫിൽട്രേഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പൊ ഹീറ്റിനെ തന്നെ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡ്രൈ ഹീറ്റ് എന്നും മോയിസ്റ്റ് ഹീറ്റ് എന്നും. അപ്പൊ ഇതിൽ ഡ്രൈ ഹീറ്റിന് അണ്ടറിൽ വരുന്നതാണ് ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ ആൻഡ് ഹോട്ട് എയർ ഓവൻ. ഇനി മോയിസ്റ്റ് ഹീറ്റ് ഇൻക്ലൂഡ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ്. Next, the filtration. Filtration include depth filters, membrane filters and air filters. Next, the radiation. The radiation are classified into two: ionizing radiation and non-ionizing radiation. Ionizing radiation include X-rays, gamma rays and cosmic rays. The non-ionizing radiation include ultraviolet rays and infrared rays. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് നമുക്ക് ഫ്ലെയിമിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ഇതിൽ നമ്മളൊരു ബൺസൺസ് ബർണറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൈക്രോബയോളജിയിലൊക്കെ യൂസ് ചെയ്യുന്ന വയർ ലൂപ്പുകളുണ്ട്. ഈ വയർ ലൂപ്പൊക്കെ നമ്മൾ ഈ ബൺസൺസ് ബർണറിന്റെ ഫ്ലെയിമിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതൊരു റെഡ് ഹോട്ട് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഫോർസെപ്സിന്റെ ഒക്കെ ടിപ്സ്, പിന്നെ ടെസ്റ്റ് ട്യൂബ്സുകൾ, മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്സ്, ഇതൊക്കെ നമ്മൾ ഈ ഫ്ലെയിമിംഗ് വഴിയായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു 870 to 1200 ഡിഗ്രി സെൽഷ്യസ് അത്രയും ഒരു ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഈ ഡിസ്പോസ് ചെയ്യേണ്ട ബയോമെഡിക്കൽ വേസ്റ്റിനെ എക്സ്പോസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഒരു ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് ആഷായിട്ട് മാറും. അപ്പൊ ഇതിന് നമ്മൾ ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ്സ്, അനിമൽ കാർക്കേസസ്, അതുപോലെ ബെഡിങ്സ് ഒക്കെ ആയിരിക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹോട്ട് എയർ ഓവൻ. അതായത് ഒരു ഡ്രൈ ഹീറ്റിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ. ഇപ്പം ഇപ്പോൾ PSC പോലത്തെ എക്സാമുകളിലാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. ഇനി അതല്ല എങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കാണെങ്കിൽ പോലും 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുന്നൊരു പാർട്ടാണിത്. അപ്പം
ഹോട്ട് എയർ ഓവൻ നോക്കുകയാണെങ്കിൽ ഡ്രൈ ഹീറ്റിന്റെ അണ്ടറിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ. ഇതിന്റെ ഒരു ഹോൾഡിംഗ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 160°C 2 അവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില എക്സെപ്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒപ്താൽമിക് സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾക്കൊക്കെ ഒരു 150°C 2 അവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഓയില്, ഗ്ലിസറോള്, ഡസ്റ്റിംഗ് പൗഡറുകൾ ഇതൊക്കെ 150°C 1 അവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ മെറ്റീരിയലുകൾ നമുക്ക് ഇതിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഗ്ലാസ് സിറിഞ്ചുകൾ, പെട്രി ഡിഷസ്, ഫ്ലാസ്ക്, പിപ്പറ്റ്സ്, ടെസ്റ്റ് ട്യൂബ്, അതുപോലെ തന്നെ സിസേഴ്സ്, ഫോർസെപ്സ്, ഇനി ലിക്വിഡ് പാരഫിൻ, ഫാറ്റ്, ഗ്ലിസറോൾ ഇതൊക്കെ നമുക്ക് ഹോട്ട് എയർ ഓവൻ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സ്റ്റെറിലൈസേഷന്റെ കൺട്രോളുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ദ സ്പോർ ഓഫ് നോൺ ടോക്സിജനിക് സ്ട്രെയിൻസ് ഓഫ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ഓർ ബാസില്ലസ് സബ്ടൈൽസ് ആയിരിക്കും. ഇനി കെമിക്കൽ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് തെർമോകപ്പിൾ അല്ലെങ്കിൽ ബ്രൗൺസ് ട്യൂബ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഹോട്ട് എയർ ഓവന്റെ ഒരു പിക്ചർ. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു കോയിൽ ഉണ്ടായിരിക്കും. ആ കോയില് കറണ്ട് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനകത്തൊരു ഫാനും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫാന് ഈ ഉണ്ടാകുന്ന ഹീറ്റിനെ ഇതിൽ ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും കാര്യങ്ങളും അതുപോലെ തെർമോമീറ്ററും ഒക്കെ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കുമ്പോൾ ഇതിലെ മെറ്റീരിയൽസ് ഒന്നും ഓവർലോഡ് ആകാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം വെക്കേണ്ടത്. ഇനിയിപ്പോൾ ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ മൗത്ത് കോട്ടൺ പ്ലഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പെട്രി ഡിഷസ്, പിപ്പറ്റ് ഒക്കെ നന്നായിട്ട് പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിപ്പോൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഇതിൻ്റെ ഡോറ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിൻ്റെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് അതായത് റൂം ടെമ്പറേച്ചറിനോട് ഏകദേശം ഒരു ഈക്വൽ ആകുമ്പോഴേ നമ്മളിത് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇനി എന്തെങ്കിലും ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഇതിൽ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഡ്രൈ ഹീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മോയിസ്റ്റ് ഹീറ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് ടെമ്പറേച്ചർ ബിലോ 100°C. ഇതിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം മിൽക്ക്, അതുപോലെ അതർ ഡയറി പ്രൊഡക്റ്റുകൾ, വെജിറ്റബിൾ ജ്യൂസസ്, ബിയർ ഇതിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും. ഇതിൽ രണ്ട് മെത്തേഡ് ഉണ്ട്, ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. അപ്പോൾ ഹോൾഡർ മെത്തേഡിൽ നമ്മൾ 63°C 13 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫ്ലാഷ് മെത്തേഡിലേക്ക് വരുമ്പോൾ 72°C 20 സെക്കൻഡ്സ് ആയിരിക്കും. ഈ 20 സെക്കൻഡ് കഴിഞ്ഞ പാടെ ഇമ്മീഡിയറ്റ് ആയിട്ട് 13°C ലോവർ ടെമ്പറേച്ചർ ഇതിനെ കൂൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡാണ്, ഹോൾഡർ മെത്തേഡും ഉണ്ട് ഫ്ലാഷ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഹോൾഡർ മെത്തേഡിൽ 63°C 13 മിനിറ്റും ഫ്ലാഷ് മെത്തേഡിൽ 72°C 20 സെക്കൻഡും. നെക്സ്റ്റ് മെത്തേഡ് വാട്ടർ ബാത്ത്. വാട്ടർ ബാത്ത് യൂസ് ചെയ്യുന്നത് സിറം, വാക്സിന് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ വാക്സിനുകളൊക്കെ ആണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 16°C 1 അവറും. ഇനി സിറം അല്ലെങ്കിൽ മറ്റു ഹീറ്റ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ ആണെങ്കിൽ 56°C 1 അവറും ആയിരിക്കും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇൻസ്പിസേഷൻ നോക്കാം. ഇൻസ്പിസേഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കുമ്പോൾ നമ്മളൊരു 3 സക്സസീവ് ഡേയ്സിലായിട്ടായിരിക്കും ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അതായത് ഒരു 80 to 85°C ടെമ്പറേച്ചറിൽ 13 മിനിറ്റ് നമ്മൾ ഫസ്റ്റ് ഡേ ഇത് സ്റ്റെറിലൈസ് ചെയ്യും. അതിനുശേഷം മെറ്റീരിയൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ വീണ്ടും ഈ സെയിം ടെമ്പറേച്ചർ 80 to 85°C 13 മിനിറ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നു, ഇൻക്യുബേറ്റ് ചെയ്യുന്നു. എന്നിട്ട് മൂന്നാമത്തെ ദിവസവും ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ ഇൻസ്പിസേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഇനി സ്റ്റെറിലൈസ് ചെയ്യുന്നത് നോക്കുമ്പോൾ
സിറം ഓർ എഗ് ബേസ്ഡ് ആയിട്ടുള്ള മീഡിയാസ്, അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ LJ മീഡിയ, ലോ ഫ്ലോ സിറം സ്ലോപ്പ്, ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻസ്പിസേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന ടെമ്പറേച്ചർ അറ്റ് 100°C ആണ്. അതിൽ ഫസ്റ്റ് ബോയിലിംഗ്. ഇപ്പോൾ ബോയിലിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റേറ്റീവ് ഫോമിലുള്ള ഓർഗാനിസത്തെ ഒക്കെ കില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ സ്പോറിനൊന്നും എതിരെ എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഇതിൽ 90 to 100°C ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടിൻഡലൈസേഷൻ ആണ്. ടിൻഡലൈസേഷനെ നമ്മൾ ഇന്റർമിറ്റൻറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ഇതിൽ 100°C 20 മിനിറ്റ് 3 സക്സസീവ് ഡേയ്സിലായിരിക്കും നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ എഗ്, സിറം, ജെലാറ്റിൻ അല്ലെങ്കിൽ ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള മീഡിയാസ് ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റീമിംഗ് ആണ്. ഇതിലൊരു സ്റ്റീം സ്റ്റെറിലൈസർ യൂസ് ചെയ്തിട്ട് ഒരു 100°C 19 മിനിറ്റ് ആണ് ഈ പ്രൊസീജിയർ നമ്മൾ എടുക്കുന്ന ടൈം. ഓക്കെ, നെക്സ്റ്റ് ദ ടെമ്പറേച്ചർ എബോവ് 100°C. ഇതിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോക്ലേവ്. ഇപ്പോൾ ഹോട്ട് എയർ ഓവൻ പോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമുകളിലൊക്കെ ഒരു 5 മാർക്കിനും അല്ലെങ്കിൽ 3 മാർക്കിനും ഒക്കെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് ഈ ഓട്ടോക്ലേവ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രഷർ കുക്കർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാന്ന് പറയാം. അതായത് ഒരു നോർമൽ പ്രഷറിൽ നമ്മുടെ വാട്ടറിന് ബോയിൽ ചെയ്തിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ, അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100°C ആണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിന് യൂസ് ചെയ്യുന്ന പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഈ ടെമ്പറേച്ചറും എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എൻറ്റയർ ആയിട്ടുള്ള പ്രൊസീജിയറിനെ ഒരു ക്ലോസ്ഡ് വെസലിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്ലോസ്ഡ് വെസൽ ചെയ്യുമ്പോൾ ഈ പ്രഷറും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി വാട്ടർ ബോയിൽ ചെയ്തിട്ട് അതിന് എത്തിയാൻ പറ്റുന്ന ആ ടെമ്പറേച്ചറും നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഇനി ഹോട്ട് എയർ ഓവനിലെ പോലെ തന്നെ ഇതിലും സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ 121°C 15 മിനിറ്റ് അറ്റ് 15 lbs പ്രഷർ ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓട്ടോക്ലേവിന്റെ പിക്ചർ. അപ്പൊ ഇതിന്റെ കമ്പോണന്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു പ്രഷർ ചേംബർ ഉണ്ടായിരിക്കും. അതായത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു വെർട്ടിക്കൽ ഷേപ്പിലുള്ള ഒരു സിലിണ്ടർ. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ താഴെയായിട്ട് ഒരു സ്റ്റീം ജാക്കറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ വാട്ടർ ഒക്കെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിലൊരു ഹീറ്റിംഗ് കോയിൽ പ്രസന്റ് ആണ്. അത് നമ്മൾ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യും. അങ്ങനെ ഈ വാട്ടർ ബോയിൽ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മേളിൽ ഒരു ലിഡ് ഉണ്ട്. ഈ ലിഡിനെ നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ക്ലാമ്പുകൾ പ്രസന്റ് ആണ്. അതുപോലെ നമ്മുടെ പ്രഷർ കുക്കറിലെ പോലെ തന്നെ ഒരു വാഷർ ഇതിന് പ്രസന്റ് ആണ്. ഇനി നമുക്കൊരു സ്റ്റീം റിലീസിങ് വാൽവ് കാണാം. അത് ഇപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന സ്റ്റീമിനെ ഒക്കെ നമുക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലൊരു മേളിലൊരു പ്രഷർ ഗേജ് കാണാം. അത് നമുക്ക് എത്രയാണോ ഒരു പ്രഷർ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഈ പ്രഷർ ഗേജ് ഉള്ളത്. ഇനി സ്റ്റെറിലൈസേഷൻ കൺട്രോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോട്ട് എയർ ഓവൻ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ബാസിലസ് സ്റ്റീരിയോ തെർമോഫിലസിന്റെ സ്പോറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ബ്രൗണീസ് ട്യൂബ് യൂസ് ചെയ്യും. പിന്നെ തെർമോ കപ്പിള്, അതുപോലെ ഓട്ടോക്ലേവ് ടാപ്പ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഏതൊക്കെ മെറ്റീരിയൽ ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ കൾച്ചർ മീഡിയ, റബ്ബർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗൗൺസ്, ഡ്രസ്സിങ്സ്, ഗ്ലൗസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാം. അതായത് ഹോട്ട് എയർ ഓവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഈ ഓട്ടോക്ലേവ് യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇപ്പോൾ ഹോട്ട് എയർ ഓവനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മെറ്റീരിയൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അറേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ് ഫിൽട്രേഷൻ.
അപ്പൊ ഈ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറം അല്ലെങ്കിൽ ഷുഗർ ആൻഡ് ആന്റിബയോട്ടിക് സൊല്യൂഷൻ്റെ ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ടോക്സിനുകൾ, ബാക്ടീരിയോഫേജ് ഇതിൻ്റെയൊക്കെ സെപ്പറേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ PSCയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് സ്റ്റെറിലൈസേഷൻ ഓഫ് യൂറിയ ക്രിസ്റ്റൻസൻസ് യൂറിയേസ് മീഡിയം ഉണ്ട്. അപ്പൊ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഫിൽട്രേഷൻ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഡെപ്ത് ഫിൽറ്റർ ആണ്. ഡെപ്ത് ഫിൽറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ദ ഫിൽട്രേഷൻ ഓഫ് ഫുഡ്, ബിവറേജസ് ആൻഡ് കെമിക്കൽസിന്റെ ഒക്കെ ഫിൽട്രേഷന് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഡെപ്ത് ഫിൽറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് കാൻഡിൽ ഫിൽറ്റേഴ്സ്, പിന്നെ ആസ്പെക്ടോസ് ഫിൽറ്റേഴ്സ്, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സീറ്റ്സ് ഫിൽറ്റർ എന്ന്. ഇനി സിൻഡേൺ ഗ്ലാസ് ഫിൽറ്ററും ഈ ഡെപ്ത് ഫിൽറ്ററിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തേതാണ് മെംബ്രെയിൻ ഫിൽറ്റർ. ഇത് സെല്ലുലോസ് എസ്റ്റേഴ്സ് വെച്ചായിരിക്കും ഈ മെംബ്രെയിൻ ഫിൽറ്റർ മേഡപ്പ് ചെയ്തേക്കുന്നത്. ഇനി ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് വാട്ടർ അനാലിസിസിനും അതുപോലെ വാട്ടറിന്റെ സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇതിന്റെ ഒരു ആവറേജ് പോർ സൈസ് പറയുകയാണെങ്കിൽ 0.22 മൈക്രോമീറ്റർ ആയിരിക്കും ഇതിന്റെ ഒരു പോർ സൈസ്. ഓക്കെ, ഇനി തേർഡ് വൺ എയർ ഫിൽറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് എയർ. ഇതിന് എക്സാമ്പിൾ ആണ് ഹെപ്പ ഫിൽറ്റർ, അതായത് ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ എന്ന് പറയും. ഇത് ലാമിനാർ എയർ ഫ്ലോയുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ULPA അല്ലെങ്കിൽ ഉൾപ ഫിൽറ്റർ, അതായത് അൾട്രാ ലോ പാർട്ടിക്കുലേറ്റ് ഓർ പെനിട്രേഷൻ എയർ. ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് റേഡിയേഷൻ. ഈ റേഡിയേഷനിൽ തന്നെ രണ്ട് മെത്തേഡ് വരുന്നുണ്ട്. അയണൈസിങ് റേഡിയേഷനും ഉണ്ട്, അതുപോലെ തന്നെ നോൺ അയണൈസിങ് റേഡിയേഷനും ഉണ്ട്. അപ്പൊ ഈ അയണൈസിങ് റേഡിയേഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? എക്സ്റേസ്, ഗാമ റേസ്, അതുപോലെ കോസ്മിക് റേസ്. ഇതിന് നല്ല ഹൈ പെനിട്രേറ്റിംഗ് പവർ ആയിരിക്കും ഈ അയണൈസിങ് റേഡിയേഷനിൽ വരുന്നത്. ഈ അയണൈസിങ് റേഡിയേഷനെയാണ് നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ PSC പോലെയുള്ള എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഏത് മെത്തേഡിനെയാണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്? അതായത് അയണൈസിങ് റേഡിയേഷൻ ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. ഈ അയണൈസിങ് റേഡിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് സിറിഞ്ചസ്, കത്തീറ്റേഴ്സ്, അതുപോലെ ഇൻഫ്യൂഷൻ സെറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന നോൺ അയണൈസിങ് റേഡിയേഷൻ. ഇറ്റ് ഇൻക്ലൂഡ് ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോസ് നോക്കുകയാണെങ്കിൽ 250 to 300 നാനോമീറ്റർ വേവ് ലെങ്തിൽ ഒരു 13 മിനിറ്റ് ആയിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. എന്തിന്റെയൊക്കെ സ്റ്റെറിലൈസേഷൻ ആണെന്ന് നോക്കുകയാണെങ്കിൽ OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഇനി ലാമിനാർ ഫ്ലോ, അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെന്റ്, ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ നോൺ അയണൈസിങ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ആയിരിക്കും ഇതിന്റെ കെമിക്കൽ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, താങ്ക് യു.